1.5 പതിറ്റാണ്ടുകാലം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നായകൻ കഴിയാവുന്നതെല്ലാം നേടി നൽകി. 5 കിരീടങ്ങൾ, 12 തവണ പ്ലേ ഓഫിൽ, അതിൽ 10 തവണയും ഫൈനൽ കളിച്ചു. പ്രായം 40 പിന്നിടുമ്പോഴും കിരീടമുയർത്തിയ നായകൻ. മഹേന്ദ്രജാലത്തിന് ഇനി എന്ത് ചരിത്രമാണ് എഴുതാനുള്ളത്? പക്ഷേ മഹേന്ദ്ര സിംഗ് ധോണിക്ക് ഒരു ദൗത്യം ബാക്കിയുണ്ട്. സുരക്ഷിത കരങ്ങളിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ ഏൽപ്പിക്കുക. ചെന്നൈയെ ഏറ്റെടുക്കാൻ ഋതുരാജ് യോഗ്യനോ? മഹാരാഷ്ട്രയിലെ പൂനെ സ്വദേശി റോക്കറ്റ് രാജ എന്നും അറിയപ്പെടുന്ന ഋതുരാജ് ഗേക്വാദ്. വെടിക്കെട്ട് ബാറ്റിംഗ് കൊണ്ട് ലഭിച്ച പേരാണ് റോക്കറ്റ് രാജ. ഒരു പുലരിയിൽ ഉദിച്ച നക്ഷത്രമല്ല ആ വെടിക്കെട്ട് ബാറ്റ്. കഴിവും കഠിനാധ്വാനവും ഒന്നിച്ചു ചേർന്ന പ്രതിഭാസം. അതാണ് ഋതുരാജിന്റെ പ്രത്യേകത. 2016-17 സീസണിൽ ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിൽ അരങ്ങേറ്റം. ആ സീസണിൽ വിജയ് ഹസാരെ ട്രോഫിയിൽ റൺവേട്ടയിൽ 3ാമതെത്തി. ഓരോ സീസണിലും റൺ വാരിക്കൂട്ടി. ആ യുവതാരം ആഭ്യന്തര ക്രിക്കറ്റിൽ സാന്നിധ്യമുറപ്പിച്ചു. 2021 ചെന്നൈ സൂപ്പർ കിങ്സിലെത്തിയത് ക്രിക്കറ്റ് കരിയറിലെ വഴിത്തിരിവായി. സീസണിൽ 635 റൺസുമായി തകർപ്പൻ പ്രകടനം. ഇതോടെ ഭാവിയുടെ താരമെന്ന പ്രതീക്ഷകൾ ഉയർന്നു. 2022 IPL-ലും ഗേക്വാദ് വെടിക്കെട്ട് തുടർന്നു. ഇതോടെ ഇന്ത്യൻ ടീമിലേക്ക് വെളിയെത്തി. 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ. ഋതുരാജിന്റെ യുവ ഇന്ത്യക്ക് സുവർണ തിളക്കം. IPL പൂരത്തിന് തിരിതെളിയുമ്പോൾ ചുമലിലേറ്റുന്നത് വലിയ ഉത്തരവാദിത്തം. ഋതുരാജ് ഉയരട്ടെ. ചെന്നൈയിൽ മാത്രമല്ല, ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നായക നിരയിലേക്ക്. ഋതുരാജ് ഗേക്വാദിനായി കാത്തിരിക്കുന്നു.